നിന്റെ മണിവീണനാദം കേട്ടു ഞാൻ. മാനസ പൊയ്കതൻ കടലിൽ നിന്റെ മണിവീണനാദം കേട്ടു ഞാൻ. മനസ്സിനുള്ളിലെ പൂജാമുറിയിലെ കനകച്ചിലം പൊലി കേട്ടു ഞാൻ. ദേവി ശ്രീദേവി വിളിച്ചിട്ടും വിളിച്ചിട്ടും വന്നില്ല എന്റെ തുളസി തറയിലിരുന്നില്ല. വിളിച്ചിട്ടും വിളിച്ചിട്ടും വന്നില്ല എന്റെ തുളസി തറയിലിരുന്നില്ല. ദാഹിച്ചു മോഹിച്ചു ചൂടാൻ കൊതിച്ചൊരു താമരമാലയണി ശ്രീദേവി തേടി വരുന്നു ഞാൻ നിന്റെ ആലയവാതിൽ തേടി വരുന്നു ഞാൻ. താങ്ക് യു, താങ്ക് യു. അല്ല ഇതിനകത്ത് എങ്ങനെ താങ്ക് യു, താങ്ക് യു പ്രവീൺ ബ്രോ, താങ്ക് യു. ഹായ് അച്ഛാ, അമ്മ ലൈവിലേക്ക് സ്വാഗതം, ഒത്തിരി ഒത്തിരി സ്നേഹം. ഹായ് അമ്മ, ഒരുപാട് ഒരുപാട് സ്നേഹം. പ്രവീൺ ബ്രോ നന്നായി പാടി എന്ന് പറയുന്നുണ്ട്, സന്തോഷ് ബ്രോ കണ്ടു എന്ന് പറയുന്നുണ്ട്. വന്നിട്ടുണ്ട് അവിടെ എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്, അതാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. നല്ലത് ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ താരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അമ്മ അതാ ഇവിടെ ഉണ്ട്. അമ്മയോട് സംസാരിക്കണം. ഹലോ അമ്മേ, പറഞ്ഞോളൂ. എന്നോട് വല്ലതും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ അവനോട് പറഞ്ഞാൽ മതി. സുഖമാണോ? ഞാൻ എപ്പോഴും എന്നോട് തിരക്കും നിങ്ങളെ രണ്ടുപേരെയും. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളെ കാണാൻ. ഇടയ്ക്ക് വരാത്തപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, മോനെ അച്ഛനും അമ്മയും വരുന്നുണ്ടോടാന്നൊക്കെ. പിന്നെ വേറെ എന്നാ എല്ലാം വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ അവനോട് പറയണം, എനിക്കറിയാനാ. പരവാസ്തവത്തിൽ വിളിക്കണം ഞങ്ങളെ കേട്ടോ. കണ്ടില്ലേ പറയൂ, സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കണം അമ്മ, പറഞ്ഞോളൂ. എന്തായാലും ഞാൻ അമ്മയോട് പറഞ്ഞോളാം. അമ്മയ്ക്ക് ഈ ഫോണിന്റെ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ്. അടുത്ത ഗാനത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എന്തായാലും മെസ്സേജ് ചെയ്യുക. ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. പ്രവീൺ കണ്ടതിൽ സന്തോഷം എന്ന് പറയുന്നുണ്ട് അമ്മേനെ. അമ്മയ്ക്ക് ഒത്തിരി സന്തോഷം എന്ന് പറയുന്നു. ലെവലിലേക്ക് കണ്ടുവരുന്ന എല്ലാവരും ലൈക്കടിച്ചുകൊണ്ട് കണ്ടുവരിക. നിങ്ങളുടെ ലൈക്കിൽ തന്നെയാണ് നമ്മുടെ എനർജി തരുന്ന കാര്യം ആരും മറക്കരുത്. ചോദിക്കുന്നുണ്ട് അതേ സംഗീതമായിരുന്നു.